ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആടുജീവിതം കണ്ട് ഇറങ്ങി ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകണേ ഉള്ളൂ. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എടുത്ത് പറയാൻ തോന്നിയ ഒറ്റ കാര്യമുള്ളൂ. ബാക്കി സിനിമ ടോട്ടൽ എല്ലാം നോക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. പക്ഷെ കുറേ നാളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് ആ മൂവിക്കകത്ത് പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ വാട്ട് എവർ പുള്ളി ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഡോക്ടേഴ്സിൻ്റെയും ന്യൂട്രീഷനിസ്റ്റുകളുടെ എല്ലാം ഒരു മേൽനോട്ടത്തിലാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ബട്ട് സ്റ്റിൽ നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ മസിൽ ഗെയിൻ ചെയ്യുന്നതും വണ്ണം കുറയ്ക്കുന്നതും ഒന്നും അല്ല. സ്റ്റാർവേഷൻ എന്നൊക്കെ പറയില്ലേ, അതേ ലെവലിലേക്കാണ് ബോഡി ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും ഹെൽത്ത് റിസ്ക് എടുത്തുകൊണ്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ആസ് ആൻ ആക്ടർ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ മൂവിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൂവിയുടെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ഒന്നും പറയാൻ ഉദ്ദേശിക്കില്ല, പക്ഷെ മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഒരു റിയൽ സ്റ്റോറിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതനുസരിച്ച് തന്നെ അടിപൊളിയായിട്ട് മൂവി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആ വിഷ്വൽസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പല ട്രാൻസിഷൻസും മൂവിക്കകത്തുള്ള പല ഷോട്ടുകളും എല്ലാം ഭയങ്കര നൈസായിട്ട് തോന്നി. ഉറപ്പായിട്ടും നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണുക.